ഹായ് ഹലോ വെൽക്കം ടു കൗച്ചിങ് ക്രാഫ്റ്റ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള ഈ ഒരു ഷ്രഗ് നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്നത് എന്ന് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു വർക്ക് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 4 മടക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. 4 മടക്കാക്കിയിട്ട് ഓപ്പൺ സൈഡ് ഒരു ഭാഗത്തേക്കും ഫോൾഡായിട്ടുള്ള മടക്കിയിട്ടുള്ള ഭാഗം ഒരു സൈഡിലേക്കും ഞാൻ ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 4 മടക്കാക്കി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വർക്ക് മെറ്റീരിയലാണ്, അതുകൊണ്ട് അതിൻ്റെ താഴെ ഉള്ള ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ടോട്ടൽ ലെങ്ത്ത് ഇതിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് അതായത് തുണിയുടെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഷോൾഡർ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. 7 ഇഞ്ച് ഷോൾഡർ, ഇതേപോലെ തന്നെ 7 ഇഞ്ച് ആം ഹോള് എന്ന രീതിയിലാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ ലെങ്ത്തിൽ 12 ഇഞ്ചിൽ 12, അതേപോലെ തന്നെ 20 അങ്ങനെ നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. 12 ഇഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാണ്, ചെസ്റ്റിൻ്റെ ഭാഗമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഏകദേശം 10 ഇഞ്ചാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ 20 ഇഞ്ചിൽ അടയാളപ്പെടുത്തി വെച്ചില്ല ലെങ്ത്ത്, അവിടേക്ക് 11 ഇഞ്ചിലും ചെയ്തിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആം ഹോളും നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. പിന്നെ ഈ 20 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഈ ജോയിൻറ്റിലേക്ക് നമുക്ക് വരച്ച് കൊടുക്കണം, ഫുൾ ലെങ്ത്തിലേക്ക് വരച്ച് കൊടുക്കുകയാണ്. പിന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണ്ട ലെങ്ത്തിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നെക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണ് കേട്ടോ. കാരണം രണ്ടിൻ്റെ നെക്ക് വ്യത്യാസമുണ്ട് നമ്മൾ അളവ്, അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുമ്പോഴും നമ്മൾ അളവ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപോലെ മടക്കി വെച്ചിട്ട് വേണം നമുക്കിത് എന്ത് ചെയ്യാൻ, അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതവിടെ 3 ഇഞ്ച് ലെങ്ത്ത്, അതേപോലെ 12 ഇഞ്ച് താഴേക്ക് വെച്ചിട്ട് അവിടേക്ക് ഞാൻ ഇതേപോലെ ഒരു യു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതേപോലെ 12 ഇഞ്ചിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു യു ഷേപ്പിൽ. ഫ്രണ്ട് പാർട്ട് മാത്രം നമ്മൾ ഇതേപോലെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ബാക്ക് വശത്ത് യാതൊരു കാരണവശാലും നിങ്ങൾ അത് കട്ട് ചെയ്യരുത്. ഇതേപോലെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിന് നമുക്ക് ഇവിടെ ഒരു സ്ട്രാപ്പല്ല, ഒരു ഇതേപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാപ്പ് നമുക്ക് എടുത്ത് വെക്കുക. പിന്നെ സ്ട്രാപ്പും ഉണ്ട് കേട്ടോ, വള്ളിയുണ്ട് ഇതിൽ കെട്ടാൻ വേണ്ടിയിട്ട്. ബാക്ക് പാർട്ടിലും 3 ഇഞ്ച് താഴേക്ക് 3 ഇഞ്ച് നെക്ക് അടയാളപ്പെടുത്തിയിട്ട് അതും കൂടി ഞാൻ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്രോസ് പീസും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് വേണം. പിന്നെ സ്ലീവ് ഏകദേശം 10 ഇഞ്ചിൽ ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഫുൾ ലെങ്ത്താണ് ഞാൻ സ്ലീവിന് എടുക്കുന്നത്. 21 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 21 ഇഞ്ചിലേക്ക് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ആം ഹോളിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് സ്ലീവ്. പിന്നെ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് വർക്കില്ലാത്തതുകൊണ്ട് അവിടെ ഞാൻ ഒരു ജോയിൻ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഫുൾ ലെങ്ത്ത് വേണം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണ്ട ലെങ്ത്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് കട്ടിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമുക്ക് സ്ലീവിൻ്റെയും അതേപോലെ തന്നെ ഷ്രഗിൻ്റെയും കട്ടിങ്. ഇനി നമുക്ക് നെക്കാണ് ആദ്യം അടിക്കുന്നത്. ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് നെക്കൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാം. സാധാരണ നമ്മൾ നെക്കൊക്കെ തയ്ക്കുന്ന പോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നെക്ക് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഇടുന്നതെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ്. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും
ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നൂലിൽ തട്ടാതെ വേണം, നമ്മൾ തയ്ച്ച നൂലിൽ തട്ടാതെ വേണം ഈ ഒരു കട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ക്രോസ് പീസ് നമുക്ക് ഇതേപോലെ ഉള്ളിലോട്ട് മടക്കി വെച്ച് അതൊന്ന് തയ്ച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ അതേപോലെ തയ്ച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തീരെ അറിയാത്ത ആൾക്കാർ, അഥവാ സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാരാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇതൊന്ന് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ബാക്ക് ഭാഗത്തെ ഈ ഒരു നെക്ക് ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ നെക്കാണ് തയ്ക്കാൻ പോകുന്നത്. ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഭാഗത്ത് നെക്ക് മാത്രമായിട്ട് ഇതേപോലെ ഒരു ക്രോസ് പീസോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസായാലും കുഴപ്പമില്ല. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാണ്, ഒന്ന് കട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ക്രോസ് പീസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതേപോലെ വെച്ച് തയ്ച്ച് ഉള്ളിലോട്ട് ബാക്ക് നെക്ക് ചെയ്തതുപോലെ തന്നെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഹുക്കല്ല, സ്ട്രാപ്പാണ് വെക്കുന്നത്. അതായത് നമ്മുടെ ആ യു ഷേപ്പിൻ്റെ എൻഡിൽ നമുക്ക് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഫോട്ടോയിൽ കണ്ടല്ലോ അതേപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രാപ്പ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.